ഹായ്. സീസൺ 7 അനുമോൾക്ക് ഇന്നുണ്ടായ ഒരു എന്താ പറയണേ കയ്പ് അനുഭവമാണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഡ്രാമകൾ അതൊക്കെ ഉൾക്കൊണ്ട വ്യക്തിയാണോ എന്ന് എനിക്കറിയത്തില്ല. 5 വർഷം വരെ ഇതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഈ ഷോയിലേക്ക് വന്നത് അനീഷ് മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ശരിക്കും ഈ ഷോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് ടാസ്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള അവയർനെസ് ഒക്കെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പം വലിയ ഹോംവർക്ക് ഒന്നും നടത്താതെ വന്ന കുറേ പേരുണ്ടായിരുന്നു. അതിലൊരെണ്ണം പുറത്ത് പോയിട്ടുണ്ട്, രേണു സുധി. രേണു സുധി അത്യാവശ്യം നമുക്കിടയിൽ, അതായത് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രസിദ്ധി കുപ്രസിദ്ധി എന്ന് പറയുന്നതാണ്. പിന്നെ കുപ്രസിദ്ധിയിൽ നിന്നൊരു വ്യക്തിയാണ് രേണു. ഇപ്പം രേണു പുറത്ത് വന്നു. ഇനി അവിടെ ആകെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് അനുമോളാണ്. മറ്റേ ഒരു കോൺട്രവേഴ്സി എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ആദിൽ അനൂറ. അതേസമയം അനുമോള് വ്യത്യസ്തമായി പ്രേക്ഷകർക്കിടയിൽ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്കിടയിൽ അത്രയും ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അനുമോൾ. അപ്പോൾ അനുമോളെ നന്നായി ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോൾ അവർക്ക് കിട്ടുന്ന പൈസയുടെ ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അനുമോൾ തന്നെ അവരുടെ വായിൽ നിന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ഒരു ദയം ദാർശന്യമില്ലാതെ ഈച്ച് ആൻഡ് എവറി വീക്ക് എപ്പിസോഡിലൊക്കെ വന്നിട്ട് അനുമോളെ പറയും. ഇപ്പം നോക്കിയോളൂ, ഈ വീക്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ ആരെയും ഒന്നും കുറ്റപ്പെടുത്താനില്ല. ആദിലേക്കിട്ടായിരിക്കും കൊട്ട് കിട്ടേണ്ടത്. കാരണം ആദിലാണ് ഏറ്റവും കൂടുതൽ അവിടെ ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അനീഷുമുണ്ട്. അക്ബറൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്നു. ആദില, നെവീൻ ഇവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടേണ്ടത്. പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ വാഴ വന്നിട്ട് പറയുക അനുമോളെ തന്നെയായിരിക്കും. കാരണം ആ കൊച്ചിനെ പറഞ്ഞാലേ അയാൾക്ക് അട്രാക്ഷൻ ഉള്ളൂ, ഒരു ശ്രദ്ധയുള്ളൂ. ഇത് അവിടെ ഉള്ളവർക്കും ഒരു നെഗറ്റീവ് വൈബാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഒരു എന്താ പറയുക, മറ്റൊരു രീതിയിലൊരു ഇൻഫോർമേഷനാണ് അവിടെ ഉള്ളവർക്ക് കൊടുക്കുന്നത്. അതായത് അനുവാണ് പുറത്ത് അത്രയും ചർച്ചാ വിഷയം എന്നുള്ളത്. പക്ഷെ അനു അവിടെ ഒന്നും ചെയ്യുന്നുമില്ലല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ടാസ്കിൽ അവർ നന്നായിട്ട് കളിച്ചിരുന്നു. ഏത് ഓറഞ്ച് അങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ, ജ്യൂസ് ഫാക്ടറിയുടെ, അതിൽ നന്നായിട്ട് കളിച്ചിരുന്നു. പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അനുമോളെ ഒന്ന് സംസാരിപ്പിക്കണം, അല്ലെങ്കിൽ അനുമോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അനുമോളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടോ, അക്ബറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് ബിഗ് ബോസ് ഇപ്പോൾ ഒരു ചീപ്പ് പ്ലേ കളിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് ഓൾറെഡി ഇതിങ്ങനെ പുറത്ത് സംസാര വിഷയമായിരുന്നു. മുൻപുണ്ടായിരുന്ന ഒരു കാമുകൻ വരുമെന്നുള്ളത് കാമുകനാണ്, ഇത് ബോയ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയണത്. വ്യത്യാസം എന്തെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് വേദനയോട് കൂടിയാണ് ഇന്ന് അനുവിനെ നമ്മൾ കണ്ടത്. അനു അത്രത്തോളം ഡെസ്പായിരുന്നു, ഭയങ്കരമായ വിഷമം അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഓടി ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം നശിപ്പിച്ചതാണ് ഇവനെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നവരടുത്തൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൈക്ക് ഊരി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. മീൻസ് വല്ലാണ്ട് ഇതൊക്കെ ബിഗ് ബോസ് അനുഭവിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഫീലിങ്സ് മനസ്സിലാവും. നമ്മളെ ഒരു വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയെ ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവന്ന് എങ്ങോട്ടും ഇറങ്ങി ഓടിപ്പോവാൻ പറ്റാത്ത ഒരു രീതിയിൽ ഈ ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല പോലെയാണ് എനിക്കിന്ന് ഫീൽ ചെയ്തത്. സത്യത്തിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുറ്റും നിന്ന് വെടിവെച്ച് കൊല്ലുന്നതാണൊക്കെയുള്ളൊരു ഫീലിംഗാണ് അനുമോൾക്ക് ഇന്ന് കൊടുത്ത ഒരിത്. അത് ഓവർകം ചെയ്തു എന്നുള്ളതാണ്. അത് താങ്ക് ഗോഡ് 50 ദിവസത്തിന് ശേഷമായതുകൊണ്ട്. മുൻപ് അനുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അനുമോൾ മിക്കവാറും ക്വിറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്ന ഒരു ലക്ഷണമാണ് കണ്ടത്. ഏതായാലും ഇതും കടന്നു പോകുമെന്ന് അനുമോൾ തന്നെ നമുക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. കൃത്യമായിട്ട് അനുമോൾ അത് ഹാൻഡിൽ ചെയ്തു, അത് നന്നായി ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു പില്ലോ മേക്കിങ്ങിനോടനുബന്ധിച്ചൊരു ടാസ്ക് കൊടുക്കുന്നു. അനുമോൾ അത് സ്പീഡായിട്ട് ചെയ്ത് അനുമോൾ അവിടെ പോയി നിന്ന് അനുമോളാണ് സർപ്രൈസാക്കി കുറച്ചുകൂടെ ക്യാമറയ്ക്ക് സുഖമുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആദ്യം വന്നപ്പോൾ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആവുന്ന ഒരു രീതി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല രീതിയാണ്. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ അങ്ങേയധികം പട്ടി വില കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ഷോ എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് കുത്തി നോവിക്കുന്നത് ശരി യാദൃച്ഛ്യ വരുന്നത് പോലെയല്ല. അതായത് പ്ലാൻ ചെയ്ത് അവരവിടെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ദ്രോഹമാണ്. അത് ഭയങ്കര മോശപ്പെട്ടൊരു പരിപാടിയാണ്. നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, പ്രതികരിക്കാനൊക്കത്തില്ല. കോടിക്കണക്കിന് ജനങ്ങൾ വീക്ഷിക്കുന്ന ഒരു പ്രോഗ്രാം എന്ത് ചെയ്യണമെന്നറിയാതെ പതറി പണ്ടാറടങ്ങി നിൽക്കുന്നുണ്ടല്ലോ. പ്രവീൺ ഒരു പക്ഷേ പുറത്തു വന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, ഞങ്ങൾ നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് അത് പുറത്തു വിട്ടില്ല എന്നുള്ള സംശയങ്ങളൊക്കെ പ്രവീണിനുണ്ടായിരുന്നു. പ്രവീൺ അവിടെ നിന്നിരുന്നെങ്കിൽ അത് നല്ലൊരു ലവ് സ്ട്രാറ്റജി വർക്ക് ചെയ്തേനായിരുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് ആണ്. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആകെ മൊത്തം അനുമോൾക്ക് നല്ലൊരു പാര പണിതു എന്ന കൃതാർത്ഥതയിൽ, അങ്ങനെ ഒരു സന്തോഷത്തിൽ ബിഗ് ബോസിന് സമാശ്വസിക്കാം എന്നുള്ളതാണ്. പക്ഷേ എന്ത് തന്നെയായാലും മോശപ്പെട്ടൊരു പരിപാടിയായി പോയി എന്നുള്ളതാണ്
പിരിഞ്ഞു പോയൊരു പിരിഞ്ഞ് തന്നെ നിൽക്കണം. പിന്നെ പ്രണയം അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇയാൾ പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അനുമോൾക്കില്ലായിരുന്നു, ഓൺ സൈഡഡ് ആയിരുന്നു. അനുമോളുടെ വിവാഹം മറ്റൊരാളുമായിട്ട് ഫിക്സ് ചെയ്തിരുന്നതായിരുന്നു. ആ ഫിക്സ് ചെയ്ത വിവാഹം പാളിപ്പോകാൻ, അത് നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണം ഇയാളാണ്. ഒരുപക്ഷെ ഇയാൾ വേറെ ഏതെങ്കിലും തലത്തിൽ അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇനി അല്ല മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇവർ തമ്മിൽ ഉണ്ടോ ഇല്ലയൊന്നും അറിയത്തില്ല. എന്തായാലും അനുമോൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, അനുമോൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, കാണാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്ന് അയാൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, കൈതട്ടി അങ്ങനെ ഒരു യാത്രയപ്പൊക്കെ നടത്തുന്ന കാണുമ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ ഡെപ്ത് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അത് തേപ്പ് കിട്ടിയതിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനും തക്കവണ്ണമുള്ളൊരു മാനസിക വലിപ്പം ഇല്ലായിരിക്കാം. എന്താണ് വിശേഷം നമുക്കറിയത്തില്ല. അപ്പോൾ കൂടുതൽ കൃത്യത എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രണയിക്കുന്ന വ്യക്തികൾ, പിരിഞ്ഞു പോയ വ്യക്തികൾ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി മാറിപ്പോയ സൗഹൃദങ്ങളൊക്കെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവന്ന് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത്യാവശ്യം തന്തയില്ലാഴിക എന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസിന് ധാരാളം ഉണ്ട്. ഈ ജാതി ബിഗ് ബോസിൻ്റെ കയ്യിൽ ഇപ്പോൾ തന്തയില്ലാഴിക തന്നെയാണ്. അത്രത്തോളം മോശപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. ആ പെൺകുട്ടി അതെങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് എന്നെ കൗതുകം ഉണർത്തുന്നതാണ്. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വന്നാലും അനുമോൾ ഫേസ് ചെയ്യും. അതാണ് അത്ര ധൈര്യത്തോടു കൂടി അവളത് നിന്നത്. ഒന്ന് പതറിയെങ്കിലും തിരിച്ച് റിക്കവർ ചെയ്തു വന്നു. അനുമോളുടെ പാവയെടുത്ത് കളയുക, അനുമോളെ ഉപദ്രവിക്കുക, അനുമോളെ കരയിക്കുക, അനുമോളുടെ പാസ്റ്റ് പറയുക, പാസ്റ്റിലുള്ള വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അവളവിടെ വേണം, കപ്പ് കൊടുക്കാനല്ല. അക്ബറിനെ ഇപ്പുറത്തൊരു എതിരാളിയായിട്ട് അവിടെ നിർത്തണം. സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരു സൈലൻറ്റ് കില്ലറുണ്ട് അവിടെ. ഇനി ഇവർ ടാസ്ക് നടത്താനൊക്കെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന അക്ബറിനെ അടുത്ത ക്യാപ്റ്റൻ ആക്കാനാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് ആ ടാസ്ക് ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട് അക്ബറിനെ വിജയിപ്പിച്ചെടുക്കും എന്നുള്ളതാണ്. അക്ബറിന് ആ കപ്പങ്ങ് എടുത്ത് കൊടുത്താൽ പോരെ, അതിന് ബാക്കിയുള്ളവർ ഇങ്ങനെ പേഴ്സണലി അവഹേളിക്കണം. അനുമോളോട് ചെയ്തത് ഭയങ്കരമായ ക്രൈമാണ്. ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ വയ്യ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ നമ്മുടെ റോബിൻ ജയിച്ചില്ലേ? ജനങ്ങളുടെ മനസ്സിലാണ് അദ്ദേഹം ജയിച്ചത്. കപ്പ് ജനങ്ങളാണ് എടുത്ത് റോബിൻ്റെ കയ്യിൽ കൊടുത്തത്. റോബിന് കിട്ടിയ എത്രയും ഉദ്ഘാടനങ്ങളോ അങ്ങനെയുള്ളതൊന്നും വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സോ റോബിനാണ് വിന്നർ എന്ന് ഞാൻ പറയും. അതേപോലെ ഒരു വിന്നറാണ് ഈ ഒരു സീസണിൽ അനുമോൾ. പക്ഷെ കപ്പ് കിട്ടത്തില്ല. കപ്പ് അവർ അക്ബറിനെ കൊടുക്കുമെന്നാണ് തോന്നുന്നത്. അക്ബർ ഔട്ടായാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്നാലും സെക്കൻഡ് റണ്ണറപ്പെങ്കിലും ആക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത് അനീഷിന് പോകാനാണ് ചാൻസ്. കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.